ഫ്ലാഷ് ബാക്ക്. മോനെ എന്തു പറ്റി? എനിക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല. എന്താ പെട്ടെന്ന് ഇപ്പം അങ്ങനെ? എനിക്കൊട്ടും കോൺഫിഡൻസ് തോന്നുന്നില്ല. ആളുകൾ എൻ്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള എന്തായാലും മാറ്റിനിയോട് ജനങ്ങൾ വിധിയെഴുതും. അതൊക്കെ ശരിയാണ്. എന്നാലും ഒരെന്നാലും ഇല്ല. നേരിടേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷനിൽ നിന്ന് താഴോട്ട് ചിന്തിച്ച പിന്നെ എല്ലാത്തിനും ഒരു കൂൾ മൂഡാണ്. ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം? ബാക്കി വന്നെടുത്ത് വെച്ചു. എന്നിട്ട് ശേഷം ഭാഗം സ്ക്രീനിൽ കാണാം. end of flashback. Ladies and gentlemen, Surya is back. Yes, Surya is back. അതെ, ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ഇത് സ്വപ്നമല്ല, ഭാഗ്യമാണ്. Yes, കിടിലം പടം. 25 வருஷத்துக்கு முன்னாலே எப்படி போனாரோ கபாலி அப்படியே திரும்பி வந்துட்டான்னு சொல்லு. വന്നിട്ടണ്ട, ഇനിമേ സെമ്മ അടി അടിക്ക പോരാ. എനിക്കാണ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കാണുന്നത്. എന്താ പറയേണ്ടത്? മാസ്, അടാറ്, തീപ്പൊരി എന്നൊക്കെ പറയേണ്ടി വരും. പാട്ട്, ഡാൻസ്, ആക്ഷൻ, ഭാവാഭിനയം, ചുരുക്കി പറഞ്ഞാൽ ഒരു ഡോറിൽ കൂടെ കയറി പോയി കഴിഞ്ഞാൽ സകല സാധനമായിട്ട് ഇറങ്ങി പോരാ. എനിക്ക് സാധനം ഇഷ്ടമായി, എനിക്ക് വർക്കായി. അല്ല, ഒരു പക്ക കൊമേഴ്ഷ്യൽ പടം. സംഭവം കാലക്കുണ്ട്. നമ്മൾ കുറെ കാലമായിട്ട് ഒരു സൂര്യ പടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്. കിട്ടി, ഞാൻ ആഗ്രഹിച്ചത് തന്നെ കിട്ടി. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേക്കാണ്. ഒരു ക്ലീഷേഡ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടമാണെങ്കിലും ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ് കുറച്ച് വ്യത്യാസമുള്ളതാണ്. ഇന്നായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ത്രില്ല. പിന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായി ചുരുക്കി പറയാനാണെങ്കിൽ ലിറ്ററലി ഈ സിനിമയിലെ സൂര്യ ദൈവമാണ്. അപ്പൊ സത്യമാണ് കേട്ടത്, നാട്ടി വെച്ച് കേട്ടപ്പം വിശ്വസിച്ചില്ല. ആ ഒരു കറുപ്പ് സാമ്യമായിട്ട് തന്നെയാണ്, അതിൻ്റെ ഒരു ഇൻകാർണേഷൻ എന്നുള്ള രീതിയിലാണ് സിനിമ. സൂര്യ കറുപ്പനായിട്ട് വരുന്ന കുറച്ച് സീക്വൻസുകളുണ്ട്. അത് വിഷ്വലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. അത് ഭയങ്കര പഞ്ചാണ്. അതുപോലെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകവും ഇതിന്റെ മ്യൂസിക്കാണ്. സായ് അഭ്യങ്കർ തകർത്തു വെച്ചിട്ടുണ്ട്. ചെറുക്കൻ കീടക്കി തീമിർത്ത് കാലക്കി. ഇപ്പോഴും അതിന്റെ രോമാഞ്ചം വിട്ടു മാറിയിട്ടില്ല. എന്താണ് അവിടെ കണ്ടത്? മോനെ, നീ മാസാടാ. മാസ് എന്ന് പറഞ്ഞാ പോരാ, മരണ മാസ്. ആൻഡ് RJ ബാലാജി പൊളിച്ചാടുക്കി. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ. എനിക്കിഷ്ടായി. ഇഷ്ടായല്ലേ? എനിക്കറിയാം ഇഷ്ടാവുന്ന്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സജിയേട്ടാ, മൂപ്പര് സാമ്യമായിട്ട് തന്നെ ഈ സിനിമയിൽ അവതരിക്കുന്നു എന്നുള്ളൊരു പരിപാടി മനസ്സിലാവില്ല മീൻസ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ സിനിമ ഒട്ടും നിങ്ങൾക്ക് ഇഷ്ടാവില്ല. വളരെ ശരിയാണ് കേട്ടോ. நாங்க இப்போ சூர்யாவோட கருப்பு மூவி பார்த்து வந்துட்டு இருக்குது. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, கருப்பு மூவி பார்த்து வந்துட்டு இருக்குது. என் ஃப்ரெண்டு சத்து போச்சு. ஆர் பாலாஜி, சூர்யா, நீங்க தான் இதுக்கு காரணம். படம் பார்த்த எல்லாரும் சத்து போச்சு. என்னடா படம் பண்ணி வச்சிருக்கேடா ആർ ബാലാജി, എന്ന മാതിരി അപരാധം. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ആദ്യം നിന്റെ ഷോ നിർത്തും. ஏன் தமிழ் இனிய மக்களோடு என் மலையாளி மக்களோடு இந்த படம் பார்க்க கூடாது. അയ്യ, അത് നല്ല വിചാരായി പോയി. താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാകാൻ നോക്കണ എന്തിനാ? ஏய் சூர்யா, இதுக்கும் நல்லா நீங்க ரீல்ஸ் பண்ணலாம். ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. என்ன மாதிரி படத்துல போய் அபிநயிச்சிட்டு இருக்குதா, நடிச்சிட்டு இருக்குதா சூர்யா? 30 செகண்ட் ரீல்ஸ், பெங்காலி ரீல்ஸ் பண்ணலாம் உங்களுக்கு. ചെറ്റത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് പല്ലിയാണ്ടിരിക്കും. എന്റെ മക്കളെ, ഇത് ഞാൻ തമിഴ് പറയാൻ കാരണം പറയാം, നാല് തമിഴന്മാരെങ്കിലും കണ്ടിട്ട് പോവാതിരിക്കട്ടെ ചേട്ടാ. ഇതൊക്കെ പറയാൻ നിനക്കെന്ത് ക്വാളിറ്റി ഉണ്ടോ? ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? ഏറ്റവും ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. ഇത് മെന്റൽ ഹെൽത്ത് പോയി, സീരിയസ്ലി പോയിடுச்சு. മെന്റൽ ഹെൽത്ത് പോയിடுச்சு. ഭ്രാന്ത് പിടിക്കട്ടാ, നിനക്കൊക്കെ ഭ്രാന്ത് പിടിക്കും. അമ്മാതിരി ദ്രോഹമല്ല നീ ഈ അവസാന നിമിഷം കാണിക്കുന്നത്. കറുപ്പസ്വാമി, മുളക് തേച്ച കറുപ്പസ്വാമി. മുളക് തലയിലല്ലടാ RJ ബാലാജി തേച്ചത്. ഇത് കാണാൻ വന്ന നാട്ടുകാർ കുണ്ടിക്കാണ് ഈ തേച്ച് വെച്ചത്. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമാൻ. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട, ഇപ്പൊ പോയേക്കാം. ഇതിന് ഒരു കോക്ക് പറയുന്ന കാട്ടപരാധം എന്ന് പറഞ്ഞാലും പോരാ. ഇത് ചാമി അപരാധം. അങ്ങനത്തെ ഒരു A ക്ലാസ് ബോംബല്ലടോ ഇത് ആറ്റം ബോംബ് സൂര്യന്റെ. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നിന്നെ ചൊറിയാന്റെ പോടാ. വന്ന് അടുത്ത കോമഡി. കറുപ്പ് പണ്ടേ അവൻ എന്നെ കണ്ടൂടാ.
അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? പറഞ്ഞു. എന്താ പറഞ്ഞേ? ഒരു രക്ഷകൻ ആയിട്ടാണ് ഇവിടെ നമ്മുടെ സൂര്യണ്ണൻ ആ റോള് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ഈ കറുപ്പണ്ണൻ അങ്ങ് രക്ഷിക്കുക ആൾക്കാരെയൊക്കെ. അതിനൊന്നും ഇല്ലേ? എടാ നിനക്കിപ്പോ പ്രശ്നം എന്താണ്? RJ ബാലാജി അണ്ണനെ പുള്ളിക്ക് മെയിൻ ആവണം, അതിന് വേണ്ടി എടുത്ത പടമാണ്. ഭയങ്കരം തന്നെ. എന്നിട്ട് അപ്പൊ ഇതൊരു ഒരു മൊണ്ണേഷാണ്, മൊണ്ണേഷ് കുമാർ കഥാപാത്രമാണ്. അത് തനി മൊണ്ണേഷായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിന് നിനക്കെന്താണ് നഷ്ടം? അല്ല ഞാൻ നീ കാര്യം പറയട ചക്ക. സൂര്യയുടെ വില്ലനൊക്കെ RJ ബാലാജി. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ സൂര്യണ്ണൻ പ്രത്യക്ഷപ്പെടുന്ന കുറെ കഴിഞ്ഞിട്ടാ ഇതെന്തോ LED ലൈറ്റ് ഒക്കെ വെച്ചൊരു സൂര്യണ്ണൻ. എന്നിട്ട് പിന്നെ രക്ഷകനാ ഈ കറുപ്പ് സ്വാമി. എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിത് എങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഇതില് തൂങ്ങട്ടെ സാറേ. എങ്ങനെ? എനിക്ക് പരാതിയില്ല. ഞങ്ങൾക്ക് ഒഫീഷ്യലി കംപ്ലൈന്റ് ഇല്ലെങ്കിൽ സാറിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണേ. പിന്നെ ഓൾറെഡി സൂപ്പർ പവറുള്ള ആളാണ്, ദൈവമാണ്, എന്തും ചെയ്യാൻ പറ്റും. കറുപ്പ് സ്വാമി ഇങ്ങനെ പൊട്ടിക്കും, അപ്പൊ എല്ലാം ഫ്രീസാവും, എല്ലാ ആൾക്കാരും ഫ്രീസാവും. അതൊക്കെ ശരിയാ, ഇല്ലെന്ന് ആരും പറയാനില്ല. വെറുതെ പിച്ചുമ്പയും പറയാതെ മാറ്ററിലേക്ക് വാ. മാറ്ററിലേക്കല്ലേ ഞാൻ വരാം, കളിച്ചരാം. അപ്പൊ അത്രയും സൂപ്പർ പവറുള്ള ഒരാളെ നേരിടാൻ അപ്പുറം സൂപ്പർ പവറുള്ള ഒരു വില്ലൻ വേണ്ടേ? ഈ മൊണ്ണേഷ് കുമാർ മതിയോ? അതാണോ എന്റെ ഒരു മര്യാദ? അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാ കേട്ടോ. അങ്ങനെ ഒരു എന്തോ ഒരു സിനിമ, അതായത് തുടക്കം മുതൽ അവസാനം വരെ എന്തോ ഒരു സിനിമ. സമ്മതിച്ചേ? ഉറപ്പാണല്ലോ? ഉറപ്പാണ് സാർ, മറ്റൊന്നുമില്ലല്ലോ. ഇല്ല സാർ. ഇതും അങ്ങനെ എടുത്തതാണോ? യെസ്. അത് ഞാൻ പിന്നെ വേണ്ട, ഉരുളണ്ട പറലണ്ട. അത് ശരിയല്ലെങ്കിൽ ഇതും ശരിയല്ല. അത് മോശമെങ്കിൽ ഇതും മോശമായി പോയി. അതെനിക്ക് കുഴപ്പമില്ല. മതിയടാ ഞങ്ങളുടെ ജോയിന്റിൽ ഓയിൽ അടിച്ചത് മതി. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം എനിക്കുണ്ട്. Meanwhile, വിളിച്ചിട്ട് തന്തക്കും തള്ളക്കും മുത്തിക്കും 10 തലമുറക്കും വിളിക്കുന്നറി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. സന്തോഷായി, നല്ല സന്തോഷായി. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ല എന്റെ. മറുപടിയും അതേ നാൾ അതേ നേരത്തേക്ക് പോരെ.